നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 21/12/2025 റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 183, RSS 5 കിലോ 179 രൂപ 50 പൈസ, ISNR 20 163 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC 128 രൂപ 90 പൈസ. ഇതാണ് കോട്ടയം ബോർഡ് വില. ഈ കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 183, RSS 5 കിലോ 179 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. ഈ കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 173, ലോട്ട് കിലോ 163 മുതൽ 168. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 121 രൂപ 50 പൈസ, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 13 പൈസ. ഇനി അകർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 173, RSS 5 കിലോ 169. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 190 രൂപ 33 പൈസ, RSS 5 കിലോ 189 രൂപ 90 പൈസ. ഈ കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില കോട്ടയം RSS 4 കിലോ 175, RSS 5 കിലോ 171 രൂപ 50 പൈസ, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 102 മുതൽ 114 രൂപ. ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 170, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 8500, 30% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 10200, 35% DRC ഉള്ള 200 ലിറ്റർ ബാരലിന് 11900 രൂപ. ഇതാണ് ഇന്നത്തെ റബ്ബർ വില. കേരളത്തിലെ മറ്റ് വിലകൾ നോക്കുമ്പോൾ സ്വർണം 22 ക്യാരറ്റ് ഒരു 12300, ഒരു പവൻ 98,400. അതുപോലെ 24 ക്യാരറ്റ് ഒരു ഗ്രാം 13,418, ഒരു പവൻ 1,07,344. അതുപോലെ 18 ക്യാരറ്റ് ഒരു ഗ്രാം 10,064, ഒരു പവൻ 80,512. ഇതാണ് സ്വർണ്ണവില. സ്വർണം മാറ്റമില്ലാതെ തുടരുകയാണ്. തേങ്ങ ചകരിയില്ലാത്ത മട്ടത്തേങ്ങ കിലോ 90, പച്ചത്തേങ്ങ 80 മുതൽ 85, കൊക്ക 340, കച്ചോലം ഉണങ്ങിയത് 500, വെളിച്ചെണ്ണ ലിറ്റർ 440, കൊപ്ര എടുത്തപടി 197, പിണ്ണാക സ്പെലർ 41, റോട്ടറി 42, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 691, കുരുമുളക് ഗാർബിൾഡ് കിലോ 711, കുരുമുളക് പുതിയത് 681, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, അടയ്ക്ക പഴയത് 360, കാഞ്ഞിരക്കുഞ്ഞു 1880, കയർ ഇഴക്കയർ 10, കരിപ്പൊടി കയർ 10 മുതൽ 15, ജാതിക്ക 90 270, ഗ്രാമ്പു 790, നാടൻ 900, വാഴക്കുളം പൈനാപ്പിൾ പച്ച 35, പഴം 46, കുരുമുളക് വയനാടൻ 680, ചേട്ടൻ 670. എന്തായാലും റബ്ബർ കർഷകരെ സംബന്ധിച്ച് വളരെ ആശ്വാസമായ ഒരു പ്രഖ്യാപനം തന്നെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന്. റബ്ബർ പാലിൽ നിന്ന് പെയിൻറ് നിർമ്മിക്കാവുന്ന കണ്ടെത്തലുകൾ എമൽഷൻ പെയിൻറ്റുകളേക്കാൾ ഉയർന്ന ഗുണനിലവാരമാർന്നതും പരിസ്ഥിതി സൗഹൃദമായ പെയിൻറ് നിർമ്മിക്കാനുള്ള ഫോർമുലയാണ് 1.5 വർഷ പഠനത്തിലൂടെ റബ്ബർ ഗവേഷണ കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. റബ്ബർ കർഷകർക്കും റബ്ബർ തൊഴിലാളികൾക്കും മറ്റും ടാപ്പറ്റ് തൊഴിലാളികൾക്കും പാട്ടക്കാർക്കും വളരെയേറെ പ്രതീക്ഷ പകരുന്ന ഒരു പഠനം തന്നെയാണ്. ഗവേഷണ കേന്ദ്രത്തിൽ ഇൻക്യുബേഷൻ സെൻ്ററാണ് പ്രകൃതിദത്ത പെയിൻറ് വികസിപ്പിച്ചത്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന റബ്ബർ കർഷകർക്ക് വളരെ ഒരു ആശ്വാസം തന്നെയാണ്. ഇങ്ങനെ റബ്ബർ ഷീറ്റിൻ്റെ വില മറ്റും കൂടുമെന്നുള്ള ഒരു പ്രത്യാശ നമുക്ക് മനസ്സിൽ വെക്കാം. ഡിസംബർ 21, ഡിസംബർ 9, ഡിസംബർ 11 തിരഞ്ഞെടുപ്പ് നടന്ന പ്രഖ്യാപനം നടന്ന 13 വിജയിച്ചവർക്ക് ഇന്ന് തദ്ദേശത്തിൽ സത്യപ്രതിജ്ഞയാണ്. അവർ അധികാരമേൽക്കുകയാണ്. നമ്മുടെ നാടിനെ നന്നാവുവാൻ എല്ലാവിധ ആശംസകളും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്ര സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഒരു ലൈക്കും, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.